ഇപ്പോൾ വീഡിയോ നിർമ്മാണ കമ്പനികളിൽ മുൻപന്തിയിലാണ് ഹോറിസോൺ. ഇന്റർനെറ്റ് യൂട്യൂബ് തരംഗത്തെ തുടർന്ന് വളരെയധികം വ്യൂവേഴ്സ് ഉള്ള ഹോറിസോണിന്റെ 10ഓളം ചാനലുകൾ ഇപ്പോൾ നിലവിലുണ്ട്. ശ്രീ വിനയൻ സംവിധാനം ചെയ്ത ഡ്രാക്കുള 2012 എന്ന മെഗാ ഹിറ്റ് ചിത്രത്തിന്റെ DVD 3D ഫോർമാറ്റിൽ മലയാള ഹോം വീഡിയോ രംഗത്ത് ആദ്യമായി അവതരിപ്പിച്ചത് ഹോറിസോൺ ആണ്. വീണ്ടും ഒരു 3D വിസ്മയം ഒരുങ്ങുന്നു. ഹോറിസോൺ മാർക്കറ്റിൽ അവതരിപ്പിക്കുകയാണ്. ശ്രീ രൂപേഷ് പോൾ നിർമ്മിച്ച് 12 ഫാക്ടേഴ്സ് സംവിധാനം നിർവഹിച്ച രക്തരക്ഷസ് എന്ന മൂവിയുടെ VCD DVD റിലീസാണ് ഇന്നിവിടെ നടക്കുന്നത്. സ്വാഗതം ചെയ്യുവാനായി ഹോറിസോൺ ഓഡിയോ ആൻഡ് വീഡിയോ മാനേജിംഗ് പാർട്ണർ ശ്രീ അങ്കിത് പവൻ കുമാറിനെ ക്ഷണിക്കുന്നു. ഹൊറൈസൺ ഓഡിയോ ആൻഡ് വീഡിയോ എന്ന് പറഞ്ഞ കമ്പനി എല്ലാവരും അറിയാം. നമ്മൾ ഫസ്റ്റ് ടൈം മലയാളം ചലച്ചിത്രത്തിൽ ചെറിയ മിനി സ്ക്രീനിൽ കാണാൻ പറ്റിയ ഒരു 3D പടം ഹൊറൈസൺ ഓഡിയോ ആൻഡ് വീഡിയോ ഇറക്കിയത് ഡ്രാക്കുള 2012 3D. അതൊരു സത്യം പറഞ്ഞാൽ നമ്മുടെ കമ്പനിക്ക് വേണ്ടി ഒരു വലിയൊരു മൈൽ സ്റ്റോൺ തന്നെയായിരുന്നു. നമ്മുടെ കമ്പനി ആദ്യം നമ്മൾ കുറേ പേർക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ചെയ്യാൻ പറ്റുമോ എല്ലാവരും മനസ്സിൽ എല്ലാവർക്കും മൊത്തം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എല്ലാം ഈ ടെക്നോളജിയുടെ പുറകെ ആൾക്കാർ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് നമ്മൾ ചെയ്യാൻ പറ്റിയത് മാക്സിമം ആയിട്ടൊരു ഔട്ട്പുട്ടിൽ നമ്മൾ മിനി സ്ക്രീനിൽ നന്നായിട്ട് അത് ചെയ്ത്, അതായത് ഇനിയിപ്പോൾ അടുത്തത് വീണ്ടും നമ്മുടെ മുമ്പിൽ ഒരു ചലഞ്ച് വന്നത് രക്തരക്ഷസ് ആണ്. രക്തരക്ഷസ് എന്ന് പറയുമ്പോൾ ഒരു മലയാളം ഫിലിമായ സ്ഥിതിക്ക് നമ്മൾ വീണ്ടും 3D ഇറക്കിയ സ്ഥിതിക്ക് സെക്കൻഡ് ഫിലിം നമ്മളൊരു കമ്പനിയുടെ പേര് ഹൊറൈസൺ ഓഡിയോ വീഡിയോയിൽ ഒരു സെക്കൻഡ് 3D പടം നമ്മൾ ഇറക്കിയത്. അതിൽ നമുക്കൊരു അഭിമാനം തന്നെയാണ്. കാര്യം ആ ഒരു ടെക്നോളജി നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന സമയത്ത് നമ്മളത് വേസ്റ്റ് ആക്കണമെന്ന് വിചാരിച്ച് നമ്മളിരിക്കുന്ന 3D ക്ലാസ്സസും നമ്മൾ ആ ടെക്നോളജി നമ്മൾ കറക്റ്റ് ആൾക്കാരെ കണ്ടെടുത്ത് അതിന് ചെയ്യാൻ പറ്റിയ കറക്റ്റ് ടെക്നോളജി ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെ നമ്മൾ കണ്ടെടുത്ത് അത് വേസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ രക്തരക്ഷസ് 3D വീണ്ടും മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യണേ. എല്ലാവരും വിചാരിക്കും 3Dയുടെ എഫക്റ്റ് ചെറിയ മിനി സ്ക്രീനിൽ എങ്ങനെ ഇരിക്കും. പക്ഷേ നമ്മളത് ഈ ചോദ്യം ഇപ്പോൾ എല്ലാവരും മനസ്സിൽ ക്ലിയർ ആണ്. കാര്യം നമ്മൾ ഡ്രാക്കുള 2012 ഇറക്കിയപ്പോൾ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ മാറി. കാര്യം 3D എങ്ങനെ ഇരിക്കും ആദ്യം ഫസ്റ്റ് ഇറക്കിയപ്പോൾ എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നു, എങ്ങനെ ഇരിക്കും. എല്ലാവരും ഫാദറോട് ചോദിച്ചു പവൻഭായ് എങ്ങനെ ഇരിക്കും, അതൊക്കെ നടക്കുന്ന കാര്യമാണ് പവൻഭായ് എന്ന് പറയാൻ പറ്റില്ല എങ്ങനെയായിരിക്കും നമ്മൾ വിചാരിക്കും. പക്ഷെ അത് മാർക്കറ്റിൽ വന്ന് നമ്മളിപ്പോൾ സെയിൽസ് ചെയ്ത DVD VCD എപ്പോഴും VCD കൂടുതൽ പോകുന്ന സമയത്ത് DVD ആണ് ഈ പ്രഷർ കൂടുതൽ പോയത്. അപ്പോൾ എല്ലാവർക്കും അത് ടെക്നോളജി എന്താണ്, തിയേറ്ററിൽ പോയിട്ട് എല്ലാവരും മൊത്തം ഫാമിലി കൊടുത്തൊരു 700 രൂപ, ഇത് ആകെ 150 രൂപ നമ്മൾ കൊടുത്ത് മേടിക്കുന്ന സമയത്ത് നന്നായിട്ട് ഒരു ഇത് മിനി സ്ക്രീൻ ചെയ്യാൻ പറ്റി. പിന്നെ നമ്മൾ അതിഥി എല്ലാം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. മെയിൻ നമ്മുടെ ചീഫ് ഗസ്റ്റ് മുരുകൻ സ്വാമിജി, കിടങ്ങന്നൂർ ദേവസ്ഥാനം ക്ഷേത്രം ട്രസ്റ്റ് മധുവതി, നമ്മുടെ ഒരു സ്വാമിയാണ്. എല്ലാവരും ഒന്ന് എല്ലാവരും കൈയടിക്കുക. കാര്യം പ്രത്യേകിച്ച് പറയാന്ന് പറഞ്ഞാൽ പുള്ളി ആ ഇരിക്കുന്ന അമ്പലത്തിൽ നല്ല തിരക്കുള്ള സമയത്താണ് പുള്ളി എല്ലാം സമയം എടുത്ത് വന്നത്. പുള്ളി ഡാഡിയുടെ അടുത്ത് പറഞ്ഞത് നമ്മൾ സമയം ഇങ്ങനെ ആയിരിക്കും, നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും, പക്ഷെ എന്നാലും ഫാദർ പറഞ്ഞു കുഴപ്പമില്ല എന്തായാലും വന്നിരിക്കണം. അപ്പോൾ സ്വാമി പറഞ്ഞു ശരി തീർച്ചയായിട്ട്. കാര്യം സ്വാമി പറഞ്ഞാൽ ഇങ്ങനെ ഒരു പരിപാടിക്ക് വിളിച്ചാൽ സ്വാമിയും വേണ്ടാന്ന് വെക്കൂലെന്ന് വിചാരിച്ച് പുള്ളി ഓടിച്ചാടി ഇങ്ങനെ സമയമൊക്കെ എടുത്തിട്ട് വന്ന്. അടുത്തത് നമ്മൾ വെൽക്കം ചെയ്യണേ മിസ്റ്റർ അബി. എല്ലാവർക്കും അറിയാം മിസ്റ്റർ അബി ഒരു കോമഡിയനാണ്. എല്ലാവരും ഒന്ന് കൈയടിക്കുക, സഹിക്കുക. പുള്ളി സമയമൊക്കെ എടുത്തിട്ട് നന്നായി വന്ന്. അടുത്ത നമ്മൾ വെൽക്കം ചെയ്യണം മിസ്റ്റർ പ്രശാന്ത്. എല്ലാവരും അറിയണം പറയാം, പ്രശാന്ത് പൂനപ്പറ. പുള്ളി എല്ലാവരും അറിയില്ല, പക്ഷേ വേറെ ഒരു പേര് പറഞ്ഞാൽ എല്ലാവരും നന്നായിട്ട് അറിയാം, അയ്യപ്പ ബൈജു. എല്ലാവർക്കും മനസ്സിലാവും പുള്ളി എങ്ങനെയാണ് മൊത്തം അടിപൊളിയായിട്ട്. ഈ ചെറിയൊരു മനുഷ്യൻ എല്ലാം വലിയ കാര്യങ്ങളാണ് ചെയ്തത്. നമ്മൾ വിചാരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് പുള്ളി എല്ലാം ചെയ്ത് ആക്കിയത്. പിന്നെ അടുത്തതായി നമ്മുടെ മിസ്റ്റർ ഗുൽസാർ അഹമ്മദ്, നമ്മുടെ JK ബാങ്ക് കൊച്ചി ബ്രാഞ്ചിന്റെ മാനേജറാണ്. പുള്ളി ഇവിടുത്തെ മാനേജർ മാത്രമല്ല ഡാഡിയുടെ അടുത്തൊരു സുഹൃത്തുമാണ്. പുള്ളിയുടെ എപ്പോഴും ഒരു സപ്പോർട്ട്, ബാങ്ക് അറിയാലോ, ബാങ്കിന്റെ സപ്പോർട്ടൊക്കെ എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ എപ്പോഴും ആ ഒരു സപ്പോർട്ടൊക്കെ തന്നിട്ടുണ്ട്, കുഴപ്പമില്ല. മിസ്റ്റർ ഗുൽസാർ അഹമ്മദ്, താങ്ക് യു. പിന്നെ ഇതിനിപ്പോൾ ഇതിലെല്ലാവരും അറിയുന്ന ഒരു വ്യക്തി മിസ്റ്റർ പവൻ കുമാർ തൊൽസറിയ, എൻ്റെ ഫാദർ, ഹൊറൈസൺ ഓഡിയോ ആൻഡ് വീഡിയോയുടെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ. പുള്ളി എപ്പോഴും പറയും മോനെ വാ പണിയെടുക്കും. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ എപ്പോഴും ഇതിലാണ് വേണോ എന്താണ് അടി. ഈ സമയത്ത് ഞങ്ങൾക്ക് പ്രായമൊക്കെ ആയി, പക്ഷെ ഇപ്പോഴാണ് മനസ്സിലാവണേ ഇങ്ങനത്തെ പരിപാടിയിലൊക്കെ. പിന്നെ എപ്പോഴും ഇനിയിപ്പോൾ ബിസിനസ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി എപ്പോഴും രണ്ടുപേരും വേണം. അപ്പോൾ 2 പില്ലറായിട്ടാണ്. പിന്നെ പുള്ളി ഒരു ബാക്ക് ബോണാണ് നിങ്ങൾക്ക് വേണ്ടി, മൊത്തം എപ്പോഴും സ്ട്രെങ്ത്തും പില്ലറായിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി നിൽക്കണേ. അപ്പോൾ താങ്ക് യു. പിന്നെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ശ്രമിക്കുക. കാര്യം എൻ്റെ മലയാളം ഭയങ്കര ഒന്നുമില്ല, എന്നാലും തട്ടിമുട്ടി എങ്ങനെയൊക്കെ പറഞ്ഞ് നന്ദി.
ലോഞ്ച്. അതിനു മുൻപ് നമ്മളിൽ നിന്നും വിട്ടുപിരിഞ്ഞ നീതിപീഠത്തിന്റെ സൂര്യ തേജസ് ബഹുമാന്യനായ ശ്രീ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരുടെ ഓർമ്മയ്ക്ക് മുന്നിൽ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ശ്രീ അബി, ശ്രീ പ്രശാന്ത് പുന്നപ്പുറ, ശ്രീ ഗുൽസർ അഹമ്മദ്, മാനേജർ ഓഫ് JNK ബാങ്ക്, ശ്രീ പവൻ കുമാർ, നിൽക്കുന്ന ആളുടെ മുന്നിലും പിന്നെ ജലീൽ, സ്വാതി ജലീൽ, അവരുടെ മുമ്പിൽ റോട്ടിൽ നിന്ന് മിമിക്രി കാണിച്ചു കൊടുത്തു. എനിക്കൊരു കാസറ്റ് ഇറക്കണം. അന്ന് ഞാൻ മൂവാറ്റുപുഴയില്ല. അപ്പോൾ അടങ്ങാത്ത ആഗ്രഹവുമായിട്ട് റോട്ടിൽ നിന്ന് മിമിക്രി കാണിച്ചു കൊടുത്തു ഞാൻ. അങ്ങനെ ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ വീട്ടിൽ വന്ന് മിമിക്രി കണ്ട് ആണ് ആദ്യമായിട്ട് എൻ്റെ കാസറ്റ്, അല്ലേ, സ്വാതി ജലീൽ. അങ്ങനെ ഈ എറണാകുളവുമായിട്ട് കണക്ഷൻ തുടങ്ങി. അതിനുശേഷം ഇവിടെ ഇരിക്കുന്ന ഒരുപാട് ആളുകൾ, കാസറ്റ് ഫീൽഡിലുള്ള വില്ലിയാണെങ്കിലും സൈമൺ ആണെങ്കിലും ഒരുപാട് പേര്, എല്ലാവരുമായിട്ടുള്ള ബന്ധം, പവനായിട്ടും ഒക്കെ ബുക്കായിട്ടും, അങ്ങനെ കാസറ്റ് ഫീൽഡുമായിട്ട് വലിയൊരു ആത്മബന്ധം തന്നെ എനിക്ക് ഉണ്ടായി. അന്ന് ഓഡിയോ കാസറ്റിലൂടെയും ഒരു പരിധിവരെ എനിക്കുണ്ടായിരിക്കുന്ന ഫെയിം അല്ലെങ്കിൽ പോപ്പുലാരിറ്റി ഒരു പരിധിവരെ സഹായിച്ചു എന്ന് പറയാം. കാരണം അന്ന് ഓഡിയോ കാസറ്റ് വളരെ പോപ്പുലറായിരുന്നു. ഓണത്തിനിടയ്ക്ക് ഒരു ദാസൻ എന്ന് പറയുന്ന ആളുണ്ടായിരുന്നു, ദാസൻ കാസറ്റ്, ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല. അന്ന് ഈ ഓണത്തിനിടയ്ക്ക് പൂട്ടുകച്ചവടം എന്ന് പറയുന്ന പരിപാടി ഉണ്ടായില്ല. അതിനു മുമ്പ്, ഈ ഓണത്തിന് മുമ്പ് ചെറിയ പാരഡി ഹമീദ് മിമി എഴുതിയതിൻ്റെ ഡയലോഗുകൾ പറയുന്ന, സിനിമാ താരങ്ങളുടെ പേരിൽ ഡയലോഗ് പറയുക, കോമഡി ഡയലോഗ്, അതായിരുന്നു അന്നത്തെ തുടക്കം. അതിനുശേഷം അത് സൈമൺ വന്നൊരു ഐഡിയ പറഞ്ഞു, ഇങ്ങനെ പൂട്ടുകച്ചവടം. സൈമൺ പറഞ്ഞതനുസരിച്ച് അങ്ങനെ കാസറ്റ് ഫീൽഡിൽ ഒരുപാട് സജീവമായി, ഒരുപാട് കാസറ്റുകൾ വിൽസൺ ഇറക്കി. അങ്ങനെ ഒരുപാട് ബന്ധം ഈ ഫീൽഡുമായിട്ട് എനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. അപ്പോൾ ഈ കാസറ്റ് ഫീൽഡിൽ നിന്ന് വളരെ മോശമായിട്ടിരിക്കുകയാണ്. ഓഡിയോയിൽ നിന്ന് വീഡിയോയിലേക്ക് ചാടി, അല്ലേ? ഓഡിയോ, അതെ, ഈ ഓഡിയോ ഇറക്കുന്നവരൊക്കെ ഓഡിയോ എന്നാ ചോദിക്കുന്നത്. കാരണം കടം വന്നല്ലേ. പിന്നെ വീഡിയോ എന്ന് ചോദിച്ചു, കടം വീഡിയോ. അപ്പൊ ആ അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഫീൽഡ് മോശമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും എനിക്ക് ഇവരൊക്കെ ആയിട്ട് വലിയ ആത്മബന്ധമുണ്ട്. അപ്പൊ അവനൊക്കെ ആയിട്ട് ഒരുപാട് കാലത്തെ ബന്ധങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാനിവിടെ എറണാകുളത്ത് വന്ന് 26 വർഷമായി, മൂവാറ്റുപുഴയിൽ. അതുപോലുള്ള ബന്ധമാണ്. ഏതായാലും പവൻകുമാർ തുടങ്ങിയ ഈ സംരംഭം ഇത് വലിയ വിജയമാകട്ടെ. രക്തരക്ഷസാണല്ലേ, എല്ലാവരും ചോര കുടിക്കുന്ന സാധനം. അപ്പൊ ഏതായാലും ഇത് വളരെ ഫേമസ് ആയ ഒരു ഡ്രാമയാണെന്ന് നമുക്കറിയാം, കലാനിലയത്തിന്റെ. അത്തരത്തിലുള്ള ഒരു ചോര കുടിക്കുന്ന ഒരു പരിപാടി വൻ വിജയമാകട്ടെ. അവന് ഇതിലൂടെ വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വളരെ സന്തോഷമുണ്ട് ഈ നല്ല സംരംഭത്തിൽ പങ്കുകൊള്ളാൻ സാധിച്ചത്. എന്നെ വിളിച്ച പവൻ സാറിനും പിന്നെ എൻ്റെ പ്രിയ സുഹൃത്ത് സജീഷിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അർപ്പിക്കുന്നു. സമൂഹം വെറുക്കുന്ന മദ്യപാനി എന്ന് പറയുന്ന കഥാപാത്രത്തിലൂടെയാണ് നിങ്ങളെല്ലാവരും എന്നെ ഇഷ്ടപ്പെട്ടത്. നിങ്ങളാദ്യമായിട്ടായിരിക്കും കാണുന്നത് ഒരു മദ്യപാനിയെ ഒരു വിശിഷ്ടാതിഥിയായിട്ട് വിളിച്ചിരുന്നതാണ്. സാധാരണ നല്ല സംരംഭങ്ങൾ നടക്കുന്ന സ്ഥലത്തുനിന്ന് ഓടിച്ചു വിടാറാണ് പതിവ്. ഞാനിപ്പോൾ പാൻറ്റും ടീഷർട്ടും ഇട്ടുകൊണ്ട് വന്നതുപോലും ചോദിച്ചിട്ടില്ല എന്നെനിക്കറിയാം. എൻ്റെ ഈ വേഷത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നവരില്ല. എന്തെങ്കിലും
എൻ്റെ ജീവിതത്തിൻ്റെ മിക്ക പറഞ്ഞുണ്ട് ഒരു ഗ്രാഫ്. ഞാനെന്ന് പറയുന്ന കലാകാരന് ഒരുപാട് ട്രൂപ്പുകളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും എന്നെ ജനം തിരിച്ചറിഞ്ഞത് ഈ CD സംരംഭത്തിലൂടെയാണ്. ഗൾഫ് ഷോസിലും അങ്ങനെ ഒരുപാട് പ്രോഗ്രാമിൻ്റെ CD ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് എന്നെ എല്ലാവരും തിരിച്ചറിഞ്ഞത്. അപ്പോൾ എൻ്റെ വളർച്ചയിൽ എൻ്റെ ഓരോ സംരംഭങ്ങൾക്കും എനിക്ക് ഒരുപാട് പ്രമോഷൻ, ഒരുപാട് എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരുപാടുണ്ട്. ഒരുപാട് പേര് ഈ കൊടുക്കണം. സാധിക്കുക എൻ്റെ ഒരു നല്ല കുറച്ച് പ്രൊഡക്റ്റുകൾ ഈ ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സംഭാവന ചെയ്തിട്ടുള്ള ആളാണ് സാസ്കോ വീഡിയോസിലെ സാധിക. പിന്നെ വേവ്സ് വീഡിയോസ് ആണ് ആദ്യം ഞാൻ സ്വന്തമായിട്ട് ചെയ്ത നോട്ട് ദ പോയിന്റ് എന്ന് പറയുന്ന സീരി. പവൻ സാറിനെ കുറിച്ച് ഞാൻ പലരും പറഞ്ഞ് ഫീൽഡിൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത് യാദൃച്ഛികമായിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ കഴിഞ്ഞിടെ സജീഷിൻ്റെ ഓഫീസിൽ വെച്ച് പരിചയപ്പെടുന്നത്. അപ്പോൾ പുതിയൊരു സംരംഭമായിട്ട് വന്നതിൽ ഇന്നിപ്പോൾ ഇന്നത്തെ ജനറേഷന് പറ്റുന്ന ഒരു നിലവിൽ നിൽക്കുന്ന സംരംഭത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവം. തീർച്ചയായിട്ടും ഈ പുതിയ കാലഘട്ടത്തെ മനസ്സിലാക്കി പുതിയ ടെക്നോളജി പരീക്ഷിച്ച് അത് വളരെ എല്ലാവരും പണ്ട് നമ്മൾ തിയേറ്ററിൽ മാത്രം പോയി കണ്ടുകൊണ്ടിരുന്ന സംഭവം ഇന്നിപ്പോൾ TV-യിൽ വീട്ടിലിരുന്ന് വളരെ അതിൻ്റെ യഥാർത്ഥ എഫക്ട്സിൽ കാണാൻ പറ്റുന്ന തരത്തിൽ ഒരവസരം ഉണ്ടാക്കി തന്ന പവൻ സാറിനും ഹോറിസൺ വീഡിയോസിന് വേണ്ടി ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ആശംസിക്കുകയാണ്. ഈ സംരംഭത്തിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ ഭാഗം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം. എനിക്ക് ഈ രീതിയായിട്ടൊരു ബന്ധമില്ലാത്ത ഒരാളാണ് ഞാൻ. ഒരു ക്ഷേത്ര ജ്യോതിഷമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും ഇതിനെപ്പറ്റി പറയാൻ അറിയത്തില്ല. എന്നാൽ ഈ സംരംഭം നല്ല രീതിയിൽ വിജയിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ വൈയുടെ ഈ DVD ഒരു വൻ വിജയമാകാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണെന്നുകൂടി. നമസ്കാരം. श्री पुन्नपर सार ने अय्यप्पा वैद्य माइंड लास्ट नंबर बैंक मैनेजर JK उपस्थित നമ്മുടെ ബന്ധുക്കാർ സുഹൃത്ത് കമ്പനിയുടെ വേണ്ടപ്പെട്ട ആൾക്കാർ അവരുടെ വേണ്ടപ്പെട്ട സമയം എടുത്തിട്ട് ഞാൻ ഹൃദയമായി നന്ദി പറയുന്നു.